കൃത്യമായി പറഞ്ഞാൽ മിനിഞ്ഞാന്ന് പുല്ലൂർ വരെ പോയി. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിച്ച കോളേജാണ് പുല്ലൂർ SN കോളേജ്. അപ്പൊ ഈ SN കോളേജിൽ 1974 50 കൊല്ലത്തിന് മുമ്പാണ് കേട്ടോ. 50 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ പ്രീ ഡിഗ്രിക്ക് അവിടെ പഠിച്ച എല്ലാ ബാച്ചിലെയും, അതായത് ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും തേർഡ് ഗ്രൂപ്പും ഫോർത്ത് ഗ്രൂപ്പും എല്ലാ ബാച്ചുകളും ഒന്നിച്ച് കണ്ടുമുട്ടിയ ഒരു ദിവസം ഉണ്ടായിരുന്നു. വളരെ അപൂർവമായ ഒരു അനുഭവമായിരുന്നു. നൂറ്റാണ്ടിന് ശേഷം നമ്മുടെ കൂടെ പഠിച്ച്, നമുക്കൊരു മേൽവിലാസവും ഇല്ലാത്തൊരു കാലത്ത്, നമ്മുടെ അടുത്തിരുന്ന് പഠിച്ച സന്തോഷ് ആരാണെന്ന് അറിയാത്തൊരു കാലത്ത്, വർഗീയതയില്ല, ജാതിയില്ല, പണമില്ല, കോടീശ്വരനാണെന്നുള്ള പരിഗണനയില്ല, ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ നമ്മൾ കണ്ടുമുട്ടിയ ആളുകൾ മുടിയൊക്കെ കൊഴിഞ്ഞ് അല്പം വാർദ്ധക്യത്തിലേക്ക് പദമൂന്നി കഴിയുമ്പോൾ അവരെയൊക്കെ നേരിട്ട് കാണുക സംഭവം സൂപ്പറായിരുന്നു കേട്ടോ. അപ്പൊ പുല്ലൂർ കോളേജിൽ നടന്ന ആ സംഗമത്തിലേക്കാണ് ഇനി പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത്. ഓർമ്മക്കൂട്ട് എന്നാണ് പേരുന്നത്. ഒരുപാട് ഓർമ്മകൾ ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഒരു പാട്ടും അവിടെ ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നു. ഒരു വട്ടം കൂടി എൻ ഓർമ്മകൾ മേയുന്ന പുല്ലൂർ കോളേജിൽ എത്താൻ മോഹം. ONV സാർ എഴുതി വെച്ചത് അവർ കോളേജിലേക്ക് അടിച്ചു മാറ്റി. അരനൂറ്റാണ്ട് ചില്ലറ കാലമല്ല കടന്നുപോയത്. പക്ഷേ സൗഹൃദത്തെ അത് തെല്ലും ബാധിച്ചിട്ടില്ല. എല്ലാവരും ആ പഴയ പ്രീ ഡിഗ്രി വിദ്യാർത്ഥികൾ തന്നെ. വർഷങ്ങൾക്കിപ്പുറം നടന്ന ഒത്തുചേരലിൽ ഓർമ്മകളുടെ തിരയിളക്കം. സംഗമം 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരെക്കുറിച്ചുള്ള ഇന്നത്തെ വിദ്യാർത്ഥികളുടെ കാഴ്ചപ്പാട് ഒരുപാട് മാറിയെന്ന് R. ശ്രീകണ്ഠൻ നായർ. അടച്ചിട്ട മുറിക്കു മുന്നിൽ പാതിയടഞ്ഞ മിഴികളുമായി നീ ആരെ തേടുകയാണ്? നീ കണ്ണു തുറക്കും മനുഷ്യ, നിന്റെ മുന്നിൽ ദൈവമില്ല. ഗീതാഞ്ജലിയിൽ ടാഗോർ എഴുതി. അപ്പൊ ഈ തിന്നല്ലൂക്കരനാനും പ്രശസ്ത കവിയാണല്ലോ. അപ്പൊ പുതുപ്പള്ളി നോക്കി പുള്ളി ഒന്ന് തലകുലുക്കി. യവന് അത്യാവശ്യം വിവരമുണ്ട്. അപ്പോൾ 1ാം സ്ഥാനം എനിക്ക് കിട്ടി. തിരുനെല്ലൂർ എന്നോട് ചോദിച്ചു, ഗീതാഞ്ജലിയൊക്കെ ഇത്ര ചെറുപ്പത്തിലെ വായിച്ചിട്ടുണ്ടോ? ഞാൻ വായിച്ചിട്ടുണ്ട്, ആണുങ്ങൾ. അതാര്? അപ്പൻ സാറ് വായിച്ചിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ ഈ കൊട്ടേഷനിലാണ് ഞാൻ ജീവിച്ചു പോയത്. ശരിക്കും അന്ന് അങ്ങേര് തന്ന കൊട്ടേഷനിലാണ്. പിൽക്കാലത്ത് എനിക്ക് എൻ്റെ മനസ്സിൽ ഏറ്റവും ഉള്ളൊരു വേദനയായിട്ടും ഈ അപ്പൻ സാറ് മാറുകയായിരുന്നു. അധ്യാപകരെ ചടങ്ങിൽ ആദരിച്ചു. ലളിതാംബിക അന്തർജനം സാഹിത്യ പുരസ്കാരവും വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണവും നടന്നു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷൈനി അധ്യക്ഷയായി. ഈ നിത്യഹരിതയം ഭൂമിയിലല്ലാതെ മാനസ സരസുകളുണ്ടോ? 24 കൊല്ലം. പ്രിയപ്പെട്ട പ്രേക്ഷകർ, നല്ലൊരു അനുഭവമായിരുന്നു പുല്ലൂർ കോളേജിലേത്. മറ്റു കോളേജുകളിൽ ഇത് അനുകരിക്കാൻ കഴിയുമെന്നാണ് എന്റെ വിശ്വാസം. അതായത് ലളിതാംബിക അന്തർജനത്തിന്റെ കുടുംബത്തിലെ സന്തോഷ് പൂറ്റിയായിരുന്നു ഇതിന്റെ മുഖ്യ സംഘാടകൻ. അതുപോലെ കൃഷ്ണമൂർത്തി എന്ന് പറയുന്നൊരു മനുഷ്യനാണ്. അദ്ദേഹം മുംബൈയിലാണ് ജോലി ചെയ്യുന്നത്. പക്ഷേ ഈ കൃഷ്ണമൂർത്തി ഒരു വലിയൊരു ക്രെഡിറ്റ് അർഹിക്കുന്ന ഒരാളാണ്. ഞാൻ പുല്ലൂർ കോളേജിൽ വെച്ച് അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷേ അദ്ദേഹം പിൽക്കാലത്ത് അത്യാവശ്യം കാശൊക്കെ ഉണ്ടാക്കിയ ഒരു കോടീശ്വരനായപ്പോൾ ആ പണമൊക്കെ സുഹൃത്തുക്കൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കാൻ അദ്ദേഹം നടത്തുന്ന ചില പെടപ്പാടുകൾ കണ്ടപ്പോൾ ഇങ്ങനെയും മനുഷ്യരോ ഈ ലോകത്ത്. താങ്ക് യു കൃഷ്ണമൂർത്തി, യു ആർ എ ഗ്രേറ്റ് മാൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.